ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഡേ 12 ആണ്. സോ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസി ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്കിന്ന് വർക്കില്ല, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സോ ഇന്നത്തെ ഡേ എങ്ങനെ ആയിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇന്നത്തെ ഡേ ശരിക്കും പറയുകയാണെങ്കിൽ പകുതിയായിട്ടോ. ഞാൻ എണീറ്റപ്പോൾ തന്നെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ സമയം 1 മണിയൊക്കെ ആയി. ഞാൻ എണീറ്റത് ഇപ്പോൾ ജസ്റ്റ് 12:30 കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. സോ എണീറ്റു നേരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വിശക്കുന്നുണ്ട് എണീറ്റപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് നിന്ന് കുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ വെക്കാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഓക്കെ, അതിനൊക്കെ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 100 ഡേ ചാലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ 12 ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പ്ലസ് ചോറ്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട്, സമയം ഇത്ര ആയതുകൊണ്ട്. അപ്പോൾ നേരെ പോയി ഓൾമോട്ടിൽ പോയി സാധനവും വാങ്ങിച്ച് നേരെ കുക്ക് ചെയ്ത്, പിന്നെ കുറച്ച് ക്ലാസ്സൊക്കെ കാണാനുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ പകുതിയായി. അപ്പോൾ കുറച്ച് നേരം ഉള്ളൂ ഇനി. അപ്പോൾ ഇന്ന് രാത്രി എന്തൊക്കെയായിരിക്കും നമ്മുടെ വീട്ടിലെ പരിപാടികൾ, കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. എന്നത്തെയും പോലെ ഇതേ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇതേ സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വോൾമാർട്ടിൽ പോവാം. സോ ദേ എല്ലാ ദിവസവും പോലെയും ഇന്നത്തെ ദിവസവും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വ്യൂ കിട്ടാത്തൊരു ദിവസം ഇല്ല. ഞാനൊരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റീൽസിൽ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വാൻകോറിൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന വഴികൾ പോലും ഇപ്പം ഞാൻ ഈ വോൾമാർട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന വഴികൾ വരെ ശരിക്കും നമ്മളൊരു ട്രിപ്പ് പോകുന്നൊരു ഫീലാണെന്നാണ് ഞാൻ ആ കണ്ട റീൽ. എനിക്ക് അത് കണ്ടപ്പോൾ ശരിക്കും സത്യമാണ് തോന്നിട്ടോ. കാരണം നിങ്ങൾക്കും ഇത് കണ്ടിട്ട് തോന്നുന്നില്ലേ? നമ്മൾ ചുമ്മാ ചിക്കൻ വാങ്ങിക്കാനാണ് പോകുന്നത്, പക്ഷേ ഒടുക്കത്തെ വ്യൂ ആണ് ഈ സ്ഥലത്തിന്. ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലത്തിന്. ഇന്നത്തെ ക്ലൈമറ്റും അല്ലെങ്കിൽ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല അടിപൊളി വെതറാണ്. ചെറിയൊരു വെയിലും ഭയങ്കര തണുപ്പൊക്കെ ഉള്ളൊരു വെതറാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ദിവസത്തെയും യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പോകുന്നതെന്ന് അറിയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കറിയില്ല, ഇത് ഇനിയിപ്പോൾ 4-5 മാസം കഴിഞ്ഞാൽ 2024 കഴിഞ്ഞ് 2025 പോവുകയാണ്. ദിവസമൊക്കെ ഓടുന്നത് പോലെ എനിക്ക് മാത്രമാണോ തോന്നുന്നത്, നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങോട്ടാണ് ലൈഫ് പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. അതേ ഇപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഈ കാട്ടിക്കൂടെ വോൾമാർട്ടിൽ പോകുന്ന പോലത്തെ അവസ്ഥയാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുള്ളൊരു ശുഭപ്രതീക്ഷ, അത് ലോകം കണ്ടിട്ടാണല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പോകുന്ന വഴി. അപ്പം ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് മാക്സിമം നമ്മൾ പുറത്ത് പോകുന്ന ദിവസമൊക്കെ അവിടുത്തെ ഒരു വ്യൂവും വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാം. ദേ അവിടെ എനിക്കൊരു റോഡ് കാണുന്നുണ്ട്, ആൾക്കാർ പോകുന്നതും വണ്ടികൾ പോകുന്ന ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം നമ്മൾ കുറേ ആയല്ലോ ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ ഓൾമോസ്റ്റ് കാടിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് കറക്റ്റ് നമ്മളൊരു റോഡ് സൈഡിലോട്ട് എത്തി. ഓൾമോസ്റ്റ് ഇവിടെ അടുത്തൊക്കെയാണ് വോൾമാർട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വോൾമാർട്ട് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വാൾമാർട്ട് എത്തിട്ടോ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിലിരിക്കാനേ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ചിട്ടൊരു ദിവസം എങ്ങനെ പുറത്തു പോകാമെന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോഴാണ് നമ്മൾ ചിക്കൻ വാങ്ങിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി ഞാൻ പുറത്തോട്ട് വന്നത്. അങ്ങനെ നമുക്കിത് സാധനം വാങ്ങിക്കാൻ ബാസ്ക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറാം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐറ്റം ഏത് അയലിലാണെന്ന് കണ്ടുപിടിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൾമാർട്ടിൽ വലിയൊരു ടാസ്ക്കാണ്. എനിക്കാണെങ്കിൽ ഇൻട്രസ്റ്റിങ്ങുമാണ്. കാരണം നമുക്ക് ഓരോ അയലും ഒരു ഓൾമോസ്റ്റ് ഒരു 10-12 അയലുണ്ടാവും. അപ്പോൾ ഓരോ അയലിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുകളായിരിക്കും. എല്ലാത്തിലും സൈൻ ബോർഡ്സ് ഉണ്ടാവും ഏത് അയലിലാണ് എന്തൊക്കെയെന്ന്. അപ്പോൾ നമ്മുടെ എൻ്റെ ചിക്കനും ഇതൊക്കെ ആയിരുന്നുകൊണ്ട് ഫ്രോസൺ ആയിട്ടുള്ള ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പിന്നെ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. നമുക്ക് ടൊമാറ്റോ എന്ന് പറയുന്നത് ശരിക്കും തക്കാളി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഒരു സാധനം അല്ലെങ്കിലും നമുക്ക് കറിയിൽ ചില സമയത്ത് ഇട്ടില്ലെങ്കിൽ സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ ടൊമാറ്റോ വാങ്ങിക്കുന്നതിന് പകരം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും വാങ്ങിക്കാറെന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്യാൻഡായിട്ടുള്ള ടൊമാറ്റോസാണ്. അതാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ ഇടണമെന്ന് തോന്നുമ്പോൾ ഇടുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് നോക്കുവാണെങ്കിലും ഒരു kg വാങ്ങിക്കുവാണെങ്കിൽ $6 $7 കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 1 വീക്ക് 2 വീക്കിന് യൂസ് ചെയ്യാനുള്ളതും ഉണ്ടാവും.
നമുക്ക് $1 $1.5 സാധനം കിട്ടും ചെയ്യും. ഇത് നമ്മുടെ ചിക്കൻ സെക്ഷൻ ഇവിടെയാണ്, മീറ്റിൻ്റെ സെക്ഷൻ. നമുക്ക് ഇവിടെ നിന്ന് മീറ്റ് എടുക്കണം. പിന്നെ നമ്മളൊരു ക്യാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആകെ ഇന്നുള്ളൂ. സോ നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോവാം. ബാക്കി കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കണ്ടതാട്ടോ. ഇത് നമുക്ക് കൊഞ്ചാണ്. കൊഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോൺസ് ആണ്. അതിൻ്റെ പോപ്കോൺ ആണ്, പാക്കറ്റ്സ് ആണ്. ജസ്റ്റ് ഓവണിൽ എടുത്ത് വെച്ചാൽ മാത്രം മതി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടോ. അതിൻ്റെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. എത്ര $10? $10 കേട്ടോ വരുന്നത്. അല്ലാതെ തന്നെ കുറേ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പോർക്ക് സോസേജ്, അല്ലാതെ തന്നെ ഫ്രൈസൊക്കെ. നമ്മളിതൊക്കെ ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. കാരണം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വിശക്കുമ്പോൾ ജസ്റ്റ് ഓവണിലോട്ട് എടുത്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ. നമുക്കപ്പോൾ ഇതൊരെണ്ണം കൂടെ എടുക്കാം. ഇത് ചിക്കൻ്റെ ഫ്രൈസാണ്. ഇതിനും സെയിം $10 തന്നെയാണ് വരുന്നത്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇത് കണ്ടു കേട്ടോ. ജസ്റ്റ് ഒരു ഗെയിം പോലെ നമ്മുടെ കയ്യിലുള്ള ആക്സസറീസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഫുഡ് വെയർ, ഡ്രസ്സ്, യൂണിഫോം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ജസ്റ്റ് സെറ്റ് ചെയ്യുന്നൊരു ഗെയിം കേട്ടോ. പിള്ളേർ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ നേരെ വീട്ടിൽ പോയാൽ മതി. പക്ഷേ എനിക്ക് ഈ മോളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ കാണണമേ, ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ചുറ്റി തിരിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്നപ്പോഴാണ് നമുക്ക് ഡെക്കത്തളം കണ്ടേ. അപ്പോൾ ഡെക്കത്തളം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം നിന്നൊന്ന് നോക്കി. അകത്തൊന്നും കയറിയില്ല, കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ ചിലവാണെന്നറിയാം. പിന്നെ നമ്മളിതേ വീട്ടിൽ പോകാൻ നമ്മുടെ വണ്ടി ഇതേ നിൽക്കുന്നു, നമ്മൾ പോവാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ട്രാഫിക്കിലും പെട്ട്, നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാട് വഴിയല്ല റോഡ് വഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രാഫിക്കിൽ കുറച്ച് നേരം പെട്ടു. അങ്ങനെ പോയി നമ്മളങ്ങനെ വീടെത്തി ഗൈസ്. അങ്ങനെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങി. നമ്മളത് കട്ട് ചെയ്ത് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച് കേട്ടോ കുറച്ച് നേരം. അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ യൂഷ്വലി സാധാരണ ഇടുന്ന പോലെ സവോള, പച്ചമുളക്, തക്കാളി അതെല്ലാം ഇട്ട് നല്ലപോലെ ഞാൻ വഴറ്റിയെടുക്കും കേട്ടോ. എപ്പോഴും കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ നമ്മൾ ഉദ്ദേശിച്ചത് ശരിക്കും ടൊമാറ്റോ പീസസ് ആയിരുന്നു. പക്ഷേ നമുക്ക് വാങ്ങിച്ചപ്പോൾ സ്മാഷ്ഡ് ടൊമാറ്റോയെ കിട്ടി. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് ആഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ, കാരണം ഞാൻ എണീറ്റിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ചീസ് ബോൾ പോലെയാണ്. ഇതിൻ്റെ ശരിക്കത്തെ പേര് അരഞ്ചീനി എന്നാണ് കേട്ടോ. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അത് ഓവനിൽ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്കിങ്ങും ചെയ്യുന്നുണ്ട്. സാധാരണ ഇടുന്ന എല്ലാ സാധനങ്ങളും കേട്ടോ. മല്ലിപ്പൊടി, പിന്നെന്താ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അങ്ങനെ പിന്നെ ചിക്കൻ മസാല, നമ്മൾ തന്തൂരി ചിക്കൻ്റെ മസാല കേട്ടോ ഇത്. പിന്നെ കാശ്മീരി ചില്ലിയാണ് നമ്മളിടുന്നത്. എനിക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണ്ട ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എരിവൊക്കെ അത്യാവശ്യം ഇട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അവിടെ മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ 45 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മളത് ചിക്കനും അതിലോട്ട് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. എനിക്ക് എപ്പോഴും ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഡ് ബ്രൗൺ കളറിലുള്ള കളർ തന്നെ എനിക്ക് അത്രയും കളർ വേണം. എനിക്ക് എന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും പിന്നെ നമ്മുടെ ഓവനിൽ വെച്ച ചീസ് ബോൾ റെഡി ആയി. ഇതാട്ടോ ചീസ് ബോൾ. ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീസ് ഉണ്ടാവും നല്ലപോലെ. പിന്നെ അതിൻ്റെ അകത്തൊരു റൈസും പിന്നെ ഒരു കോട്ടിങ്ങും കൂടെയാണ്. അങ്ങനെ അത് കഴിച്ചപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കനിലോട്ട് കുറച്ച് വെള്ളവും കുറച്ച് കോക്കനട്ടിൻ്റെ പേസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ നോക്കി അടച്ച് വെച്ച് റെഡിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളൊരു സിനിമയും കൂടെ കണ്ടു. ഇന്ന് വെറുതെ ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഗിർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് കേട്ടോ. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ റിലീസായതാണ്. കുഞ്ചാക്കോ ബോബനും പിന്നെ സുരാജ് വെഞ്ഞാറമൂടും കൂടെ ഉള്ളൊരു മൂവിയായിരുന്നു. അത് നമ്മളിരുന്ന് കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 1 ടൈം വാച്ച് മൂവി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കുന്നൊരു ദിവസം ഒരു സിനിമ മസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി. അതും കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നെന്ന് ഓർമ്മ വന്നേ ശരിക്കും പറഞ്ഞു. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കണ്ടിരുത്തു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ വേറെ പണി കിട്ടണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് കാണാനുള്ള ക്ലാസ്സൊക്കെ നമ്മൾ കണ്ടിരുത്തപ്പോഴേക്കും വിശപ്പ് നമുക്ക് സഹിക്കാൻ വയ്യ. അപ്പോഴേക്കും നമ്മുടെ ചോറും ചിക്കൻ കറിയും റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ നമ്മൾ ചോറൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ബാൽക്കണി പോലത്തെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെയാണ് ടൈം. നല്ല രസമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫ്ലൈറ്റാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ശരിക്കും ഓരോ ഫ്ലൈറ്റ്സ് പോകുന്നത് കാണാം കേട്ടോ. ഞാൻ പിന്നെ അത് എത്ര കണ്ടാലും നോക്കും. പിന്നെ അതിങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ട് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആകാശം നിറച്ചും പക്ഷികളായിരുന്നു. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ ഇത്രയും പക്ഷികൾ ഒരുമിച്ച് പോകുന്നത് കാണുന്നത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ ഈ ഫോണിൽ
വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ അത് കുറേ നേരം ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് നല്ല വെതറൊക്കെ ആയിരുന്നുകൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കളിക്കാൻ ഇറങ്ങി, ഷട്ടിൽ കളിക്കാനായിട്ട് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു സ്കൂളുണ്ട് കേട്ടോ. കാണുന്നത് ഇത് നമ്മുടെ വീടിന് നേരെ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് കാണുന്നത് ഗ്രൗണ്ടാട്ടോ. അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് സ്കൂളാണ്, ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അപ്പോൾ രാവിലെ 10 മണി തൊട്ട് 6 മണി വരെ സ്കൂളുണ്ടാവും. സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ട് ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കളിക്കാൻ വരാറുണ്ട്, അല്ലെങ്കിൽ പെറ്റ്സിനെയും കൊണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതേ കണ്ടോ അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്, ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ കളിക്കാൻ വരുന്ന ഏരിയ ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ടും ആണ്. അതെ, പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞില്ല 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്. ആൾക്കാരൊക്കെ പെറ്റ്സിനെയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കളിച്ചു. ഇതാണ് ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരം ഷട്ടിൽ കളിച്ച് എൻജോയ് ചെയ്ത് അപ്പോഴേക്കും പിന്നെ ഇരുട്ടായപ്പോൾ പിന്നെ നമ്മൾ കളി നിർത്തി. ഒരു ഏകദേശം 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കളി നിർത്തി ഇതേ വീട്ടിൽ പോവാണ്. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ലേസി ഡേ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഷട്ടിലും കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ്. ഇനി നേരൊരു കുളി പാസ്സാക്കണം. കുളി കഴിഞ്ഞ് നമുക്ക് ഉറങ്ങണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷം ഇതൊക്കെയാണ്. സോ അടുത്ത നമുക്ക് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.